ബ്രസ്റ്റിൻ്റെ സൈസ് വളരെ കൂടുതൽ കാരണം ഒരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ? ചില ആൾക്കാർ പറയാറുണ്ട് അല്ലേ, ഡോക്ടർ ഇത് വല്ലാണ്ട് ബ്രസ്റ്റ് സൈസ് കൂടിയിട്ടുണ്ട്, അത് കുറച്ച് കൂടുതലായിട്ട് തൂങ്ങിയതുപോലെ തോന്നും, പ്രത്യേകിച്ച് പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു ഷേപ്പ് ഇല്ല, അത് കാരണം ഒരു കോൺഫിഡൻസ് ഇല്ല, പല ആൾക്കാരും പറയാറുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടൊരു കോൺഫിഡൻസ് അതൊന്ന് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രശ്നം ഫങ്ഷണലായിട്ട് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് സൈസ് വല്ലാണ്ട് കൂടുന്തോറും ചിലരുടെ പോസ്റ്റ്, അതായത് ഇരിക്കുന്ന ഒരു പൊസിഷൻ എപ്പോഴും ഒരു സാഗിങ് ബ്രസ്റ്റ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിട്ടുള്ള പൊസിഷൻ, എപ്പോഴും ഒരു ക്രോണിക് ആയിട്ടുള്ള എപ്പോഴും ബാക്ക് പെയിൻ പോലെ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താ വെച്ചാൽ കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടം പോലെ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് സർജൻസ് വിത്ത് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് എല്ലാവരും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ലൈപ്പോസക്ഷൻ, കൂടുതലുള്ള കൊഴുപ്പ് കുറയ്ക്കാനായി ലൈപ്പോസക്ഷൻ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറീസ്. ഈ റിഡക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി സൈസ് കുറയും, അത് മാത്രമല്ല ഈ തൂങ്ങിയിട്ടുള്ള ബ്രസ്റ്റിൻ്റെ പൊസിഷൻ കുറച്ചൊന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നാച്ചുറലി കോസ്മെറ്റിക്കലിയും അപ്പിയറൻസ് ബെറ്റർ ആവും, ആ ഒരു ബോഡി കോൺഫിഡൻസ് വെല്ലാവും. ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് വെയിറ്റ് റിഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ സർജിക്കൽ കറക്ഷനും നടക്കുന്നുള്ളതാണ്. അപ്പോൾ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ഉണ്ട്, just come to us and we can help you.